Welcome to the second part of the video explaining the textual activities based on the 8th standard English lesson, The Light on the Hills. 8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ The Light on the Hills എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് രണ്ടാം ഭാഗം വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Activity 1 under the title Let's Write, given on page 92. പാഠപുസ്തകത്തിലെ 92-ാം പേജിൽ ലെറ്റ്സ് റൈറ്റ് എന്നുള്ള ക്യാപ്ഷനിൽ ആക്ടിവിറ്റി 1. And yet my heart ached as I did it, the boy said, as he went back to the fields. I thought of her all the time I worked. ഇവിടെ രണ്ട് സെന്റൻസുകൾ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്ത് തന്നിട്ടുണ്ട്. The boy, ആ ആൺകുട്ടി പറയുന്നു, ഞാൻ എൻ്റെ ആ പ്രവൃത്തി, അതായത് ആ ചിത്രം വരച്ച് പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. മൈ ഹാർട്ട് ഏക്ഡ്. ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദ ടൈം ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്ത സമയത്ത് മുഴുവനും ഞാൻ അവളെക്കുറിച്ചായിരുന്നു ആലോചിച്ചിരുന്നത്. സമയം മുഴുവനും അവളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്. Many thoughts must have passed through his mind while painting the pictures. ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകാം. വാട്ട് വുഡ് ദോസ് തോട്ട്സ് ബി? എന്തൊക്കെയായിരിക്കും ആ ചിന്തകൾ? അറ്റംപ്റ്റ് എ ഡയറി എൻട്രി ബേസ്ഡ് ഓൺ ദ ബോയ്സ് തോട്ട്സ്. ആ കുട്ടിയുടെ ചിന്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവൻ എഴുതുന്ന പോലുള്ള ഒരു ഡയറി എൻട്രി തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡയറി എൻട്രി തയ്യാറാക്കുമ്പോൾ നാം അതിൽ ഡേറ്റ്, ഡേ ഒക്കെ ഉൾപ്പെടുത്തണം. പേജിൻ്റെ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നിങ്ങൾക്കത് ഉൾപ്പെടുത്താം. മറ്റൊരു കാര്യം, ഡയറി കുറിപ്പ് എന്നുള്ളത് ഒരു നറേഷനല്ല, ഒരു കഥ പറയുന്ന പോലെ വിശദീകരിച്ചെഴുതരുത്. സിമ്പിൾ സെൻറ്റൻസുകളിൽ കഥാപാത്രത്തിൻ്റെ മാനസികമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ അത് ആശ്ചര്യമാകാം, അത്ഭുതമാകാം, ദുഃഖമാകാം, അല്ലെങ്കിൽ സന്തോഷമാകാം. ഏതൊരു മാനസിക വികാരത്തെയും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറി ആയിരിക്കണം. ധാരാളമായിട്ടുള്ള ഇൻ്റർജെക്ഷൻസ്, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ ഒക്കെ ഡയറിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നാം ഇവിടെ ഒരു മോഡൽ ഡയറി തയ്യാറാക്കിയിരിക്കുന്നു, അതൊന്ന് വായിച്ചു നോക്കാം. 1 November 2020 സൺഡേ. നാം ഡേറ്റ് പേജിൻ്റെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് ഗോഡ് ഐ സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് മൈ പിക്ചർ. കുട്ടി അവൻ്റെ ചിത്രം വിജയപ്രദമായി പൂർത്തീകരിച്ചതിലുള്ള ഒരു സന്തോഷം ഇവിടെ പ്രകടമാക്കുന്നുണ്ട്. ദൈവത്തിന് അവൻ നന്ദി പറയുന്നു. ഞാൻ അവസാനം എൻ്റെ ചിത്രം പൂർത്തീകരിച്ചു, വിജയപ്രദമായിട്ട് തന്നെ അത് ചെയ്തു തീർത്തു. I could fulfill the promise I gave to my sister. അതിൽ അവന് സന്തോഷം വളരെയധികം തോന്നാനുള്ളൊരു കാരണം, അവൻ അവൻ്റെ സഹോദരിക്ക് കൊടുത്ത ഒരു വാക്കാണ് ഇവിടെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു പ്രോമിസ് അവൻ നിറവേറ്റിയിരിക്കുന്നു. I could fulfill the promise I gave to my sister. ഞാൻ എൻ്റെ സഹോദരിക്ക് കൊടുത്ത പ്രോമിസ് പൂർത്തീകരിച്ചു. She had encouraged me to do this work perfectly. ഈ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അവൾ എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. The thoughts about her ached my heart a lot while I was drawing this picture. ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെക്കുറിച്ച ഓർമ്മകൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. My dear sister, I miss you so much. എൻ്റെ പ്രിയ സഹോദരി, എനിക്ക് നിന്നെ വല്ലാതെ മിസ്സാകുന്നു. I cannot pass a day without thinking about you. നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും എന്നിൽ കടന്നു പോകുന്നില്ല. നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിലില്ല. How happy we were when we were together. നമ്മൾ ഒരുമിച്ചായിരുന്നപ്പോൾ എന്ത് സന്തോഷത്തിലായിരുന്നു നാം. Now I have become a successful painter. ഇന്ന് ഞാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പെയിൻറ്ററായി മാറിയിട്ടുണ്ട്.
നീ ആഗ്രഹിച്ചതുപോലെ. പീപ്പിൾ ലൈക്ഡ് മൈ പിക്ചർ ആൻഡ് പ്രൈസ്ഡ് മൈ എഫേർട്സ്. എൻ്റെ ചിത്രം കണ്ട ജനങ്ങളെല്ലാം ആ ചിത്രത്തെ ഇഷ്ടപ്പെട്ടു, അവർ അതിനെ പ്രശംസിച്ചു, എൻ്റെ അധ്വാനത്തെ അവർ അംഗീകരിച്ചു. ഐ വിഷ് മൈ സിസ്റ്റർ വർ വിത്ത് മീ നൗ. എൻ്റെ സഹോദരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ ഹോപ്പ് ഷീ സീസ് ആൻഡ് എൻജോയ്സ് എവറിഥിങ് സിറ്റിംഗ് ഇൻ അനദർ വേൾഡ്. മറ്റൊരു ലോകത്തിരുന്നു കൊണ്ട് അവൾ എല്ലാം കാണുന്നുണ്ട്, അവൾ എല്ലാം കണ്ട് ആനന്ദിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ടാണ് കുട്ടി തൻ്റെ ഡയറി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പലവിധ ചിന്തകളും വികാരങ്ങളും ഈ ഡയറിയിൽ ചുരുങ്ങിയ സെൻറ്റൻസുകളിൽ നാം എഴുതി തീർത്തിരിക്കുന്നു. ഇതൊരു മോഡലാക്കി വിദ്യാർത്ഥികൾ സ്വന്തമായി തന്നെ സന്ദർഭത്തിന് അനുസൃതമായ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന വികാരം എന്താണ്, സന്തോഷമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ അത്ഭുതമാണോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായ ഡയറി കുറിപ്പുകൾ തയ്യാറാക്കി പരിശീലിക്കും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2. The boy finally came up with a wonderful painting appreciated by everyone. അവസാനം താൻ ആഗ്രഹിച്ചതുപോലെ മനോഹരമായ ഒരു ചിത്രം കുട്ടി പൂർത്തീകരിച്ചു. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. His little sister's words were the real inspiration behind his achievement. അവൻ്റെ നേട്ടത്തിൻ്റെ പിന്നിലെ അവൻ്റെ പ്രചോദനം എന്നുള്ളത് അവൻ്റെ സഹോദരിയുടെ വാക്കുകളായിരുന്നു. Having heard of the achievement of the boy, you have decided to send a letter of appreciation to him. അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞ നിങ്ങൾ അവനൊരു അപ്രീസിയേഷൻ ലെറ്റർ, അവനെ അഭിനന്ദിക്കുന്ന ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. റൈറ്റ് ദ ലെറ്റർ. അത്തരത്തിലുള്ള ഒരു ലെറ്റർ തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഒരു അഭിനന്ദന കത്തെഴുതുകയാണ്, ആൻ അപ്രീസിയേഷൻ ലെറ്റർ. ഇതൊരു ഇൻഫോർമൽ ലെറ്ററാണ്, ഒരു ഫ്രണ്ട്ലി ലെറ്റർ. സാധാരണഗതിയിൽ ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്നതിന് ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രധാനമായും 7 ഘടകങ്ങളാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൽ ഉണ്ടാകേണ്ടത്. 1, ദ റൈറ്റേഴ്സ് അഡ്രസ്, എഴുതുന്ന ആളുടെ അഡ്രസ്സ്. അതിൽ എഴുതുന്ന ആളുടെ പേര് ഉൾപ്പെടുത്തരുത്, ഓൺലി ദി അഡ്രസ്. രണ്ടാമത്തത് ദ ഡേറ്റ്, ഏത് ഡേറ്റിലാണോ കത്തെഴുതുന്നത് ആ ഡേറ്റ് വെക്കുക. 3, ഡിയർ എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന സല്യൂട്ടേഷൻ ഫ്രേസ്, ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഡിയർ ഫാദർ, ഡിയർ മദർ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന് കത്തെഴുതുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. അതാണ് 3ാമത്തെ പോയിന്റ്. ദെൻ 4th പോയിന്റ് ഇസ് ബോഡി ഓഫ് ലെറ്റർ. അതാണ് ലെറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നാം നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് എഴുതാം. ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് ഇൻഫോർമൽ ആയിട്ടുള്ള അനൗപചാരികമായിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും സുഖാന്വേഷണങ്ങളും ഒക്കെ നമുക്ക് ഈ കത്തിൽ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൺക്ലൂഡിംഗ് ഫ്രേസ് അഥവാ കത്ത് അവസാനിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അത് യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, വിത്ത് ലവ്, യുവേഴ്സ് എവർ തുടങ്ങിയ ഫ്രേസുകളൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 6ാമതായിട്ട് സിഗ്നേച്ചർ. അതിന് നമുക്ക് ഒരു SD എന്നുള്ള ഒരു ഷോർട്ട് കോഡ് ഉപയോഗിക്കാം. ദെൻ ദ ലാസ്റ്റ് കംസ് ദ നെയിം ഓഫ് ദ റൈറ്റർ. എഴുതുന്നയാളുടെ പേര് ലെറ്ററിൽ ഏറ്റവും അവസാനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ആദ്യത്തിൽ അഡ്രസ്സിൽ ചേർക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടെ ആവശ്യപ്പെടുന്നത് പോലെ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ തയ്യാറാക്കാം. ഇവിടെ നാം ഒരു മോഡൽ ലെറ്റർ തയ്യാറാക്കിയിരിക്കുന്നു. റോസ് ഗാർഡൻ, കൊച്ചി 12 എന്നുള്ള അഡ്രസ്സ്, ഇതാണ് റൈറ്റേഴ്സ് അഡ്രസ്. തൊട്ട് താഴെ 3rd of November 2020 എന്നുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ശേഷം സല്യൂട്ടേഷൻ ഫ്രേസ്, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ എഴുതുന്ന കത്തായതുകൊണ്ട് ആ സുഹൃത്തിൻ്റെ പേര് സ്നേഹപൂർവ്വം വിളിക്കുന്നു, ഡിയർ രാഹുൽ. എന്നിട്ട് കത്തിലേക്ക് പ്രവേശിക്കാം. ഹൗ ആർ യു? ഹോപ്പ് യു ആൻഡ് യുവർ ഫാമിലി ആർ ഫൈൻ. ഐ എം റൈറ്റിംഗ് ദിസ് ടു കൺഗ്രാറ്റുലേറ്റ് യു ഓൺ യുവർ റീസെന്റ് അച്ചീവ്മെന്റ്. ഐ ഹാപ്പൻ ടു വാച്ച് ഓൺ TV യുവർ ഇന്റർവ്യൂ പ്രോഗ്രാം. ഇവിടെ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും. അവൻ്റെ സുഖാന്വേഷണങ്ങൾ നടത്തുന്നു. നിനക്കും കുടുംബത്തിനും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നിനക്ക് ഒരു അഭിനന്ദനം അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നിന്റെ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം ഞാൻ TV-യിൽ കാണാൻ ഇടയായി. I am extremely happy to know that one of your recent pictures has been selected as the best in the exhibition. ഒരു എക്സിബിഷനിൽ ഏറ്റവും നല്ല ചിത്രമായിട്ട് നിന്റെ ഒരു ചിത്രം തിരഞ്ഞെടുത്ത കാര്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. Hearty congratulations. നിനക്കെൻ്റെ അഭിനന്ദനങ്ങൾ. When you talked in the interview about your late little sister, really it became a touching talk. നീ ആ TV ഇന്റർവ്യൂവിൽ നിന്റെ മരണപ്പെട്ടു പോയ സഹോദരിയെക്കുറിച്ച് പറയുന്ന ആ രംഗം, ആ വാക്കുകൾ തീർച്ചയായിട്ടും അതൊരു ഹൃദയസ്പർശിയായ സംഭാഷണമായിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെടും. She had wished for a day when you become a great artist and encouraged you a lot. നീ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന ദിവസം അവൾ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അവൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറ്റ് ഹാസ് നൗ കം ട്രൂ. അവളുടെ ആ ആഗ്രഹം ഇപ്പോൾ സത്യമായി പുലർന്നിരിക്കുന്നു. നീ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റായിട്ട് മാറിയ ആ ദിവസം പുലർന്നിരിക്കുന്നു. ഐ ആം ഷുവർ ഷീ ഈസ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ യുവർ അച്ചീവ്മെൻറ്റ്. നിന്റെ നേട്ടത്തിൽ ഏറെ സന്തോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ആ നിന്റെ സഹോദരി തന്നെയായിരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഐ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ് ആസ് ആൻ ആർട്ടിസ്റ്റ്. ഒരു കലാകാരൻ, ഒരു ചിത്രകാരൻ എന്നുള്ള നിലക്ക് നിന്റെ ഭാവി ജീവിതത്തിൽ ഞാൻ എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. ഒരിക്കൽ കൂടെ എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത്രയും ബോഡി ഓഫ് ദ ലെറ്ററാണ്. ഈ കത്തെല്ലാം നാം ഇവിടെ മനോഹരമായിട്ട് എഴുതി പൂർത്തീകരിച്ചു. ഇനി നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യണം. യുവേഴ്സ് ലവിംഗ്ലി എന്നുള്ള കൺക്ലൂഡിംഗ് ഫ്രേസ്, ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് നാം ഇത്തരം ഫ്രേസുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്നേഹം, നമ്മുടെ അടുപ്പം, ഇതൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഫ്രേസുകൾ. അത് കഴിഞ്ഞ് SD എന്ന് പറഞ്ഞാൽ സൈൻഡ് എന്നർത്ഥത്തിലേക്ക്. അതും കഴിഞ്ഞാണ് എഴുതുന്ന ആളുടെ ദ നെയിം ഓഫ് ദ റൈറ്റർ ചേർത്തിരിക്കുന്നത്. രമേഷ് എന്നുള്ള ഒരു പേര് നാം സാങ്കല്പികമായിട്ട് വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ തയ്യാറാക്കേണ്ടത്. വിദ്യാർത്ഥികൾ ഈ ഫോമാറ്റ് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ഒരു ലെറ്റർ മോഡലാക്കി സ്വന്തമായിട്ട് ലെറ്റേഴ്സ് തയ്യാറാക്കി പരിശീലിക്കുക. നെക്സ്റ്റ്, ആക്ടിവിറ്റി 3, സ്റ്റഡി ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഇവിടെ ഒരു വേർഡ് വെബ് നൽകിയിട്ടുണ്ട്, അതൊന്ന് പഠിക്കുക, എന്ന് വെച്ചാൽ അതൊന്ന് പരിശോധിക്കുക. ദ വെബ് ഷോസ് സം ക്ലൂസ് റിലേറ്റഡ് ടു ദ ബോയ്. ഈ വെബിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട ചില ക്ലൂസ്, സൂചനകളാണ് നൽകുന്നത്. ആൻഡ് ഹിസ് ക്യാരക്ടർ, ആ കുട്ടിയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന തരത്തിലുള്ള. നൗ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് യൂസിംഗ് ദി എക്സ്പ്രഷൻസ് ഇൻ ദ വേർഡ് വെബ്. ഈ വേർഡ് വെബിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ്, ഇതിലത്തെ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ദ ബോയ്, സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് ഹിസ് സിസ്റ്റർ. അവന് തൻ്റെ സഹോദരിയെക്കുറിച്ച് നല്ല ഓർമ്മകൾ, ചിന്തകൾ ഒക്കെ ഉണ്ട്. ലവ്സ് ഹിസ് സിസ്റ്റർ വെരി മച്ച്. തൻ്റെ സഹോദരിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. സീംസ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് ഡെഡ് സിസ്റ്റർ. മരിച്ചുപോയ ആ സഹോദരി തന്നോട് സംസാരിക്കുന്നത് പോലെയൊക്കെ അവന് തോന്നാറുണ്ട്. നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദ ബിഗിനിങ്. അവൻ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ തുടക്കത്തിൽ അവൻ കോൺഫിഡൻ്റ് ആയിരുന്നില്ല, ആത്മവിശ്വാസമുള്ള തരത്തിലായിരുന്നില്ല. പിന്നെ ലേറ്റർ ബിക്കെയിം എ കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റ്. പിന്നീട് അവനൊരു ആത്മവിശ്വാസമുള്ള കലാകാരനായിട്ട് മാറി. എൻകറേജ്മെൻറ്റ് ഫ്രം ഹിസ് സിസ്റ്റർ. തൻ്റെ സഹോദരിയിൽ നിന്ന് അവന് ധാരാളം എൻകറേജ്മെൻറ്റുകളൊക്കെ ലഭിച്ചിരുന്നു. ഗോഡ് സ്ട്രേഞ്ച് പവർ. അവന് വിചിത്രമായ ചില ശക്തി കൈവന്ന പോലെ തോന്നി അവളുടെ മരണത്തിനൊക്കെ ശേഷം. ഓഡിയൻസ് പ്രൈസ്ഡ് ഹിസ് പിക്ചർ. കാഴ്ചക്കാർ അവൻ്റെ ചിത്രത്തേക്ക് പ്രശംസിച്ചു. എന്ന് വെച്ചാൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന ചില പോയിന്റ്സ് ആണ് ഈ വെബിൽ. ഇനി ഈ വേർഡ് വെബിലെ പോയിന്റ്സ് എല്ലാം ചേർത്തുകൊണ്ട് ദ ബോയ് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്,
ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ ഏത് കഥയുമായി ബന്ധപ്പെട്ട് എന്നുള്ള രൂപത്തിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു പേര് തന്നെ നമുക്ക് ഒരു ടൈറ്റിലായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ കഥാപാത്രം ഏത് കഥയുമായി ബന്ധപ്പെട്ടത്, ആ കഥയിൽ കഥാപാത്രത്തിനുള്ള റോൾ, ഇതൊക്കെ ഒന്ന് തുടക്കത്തിൽ പരിചയപ്പെടുത്തണം. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ദ ബോയ് ആൻഡ് ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ദ ബോയ്, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് വാണ്ടഡ് ടു ഡ്രോ എ പിക്ചർ എന്നുള്ള സെൻറ്റൻസിൽ കുട്ടിയെയും ആ കുട്ടി പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന കഥയെയും ബന്ധപ്പെടുത്തി പറഞ്ഞതും ശ്രദ്ധിക്കുക. ഇനി ആ വെബിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് തന്നെയാണ് നാം ഇവിടെ ചേർത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു പോകാം. He goes to the field with his loving little sister to work on it. He does not have enough confidence to complete the picture perfectly. He is a bit lazy too and easily gets tired. His little sister appears to be more matured and she has ideas how to do one's very best. She encourages and advises him to paint the picture as if he is doing it for the people he loves. The boy loves her very much and decides to paint it for the dead sister. Throughout the work, he thinks of his beloved sister. His grief and thoughts about her give him power to complete the picture perfectly, and the people like it as the best of his work. He seems to hear her soft voice talks to his heart that perfect love gives us all things except happiness. If one works for the happiness of others, one will get happiness for one's own self too. He becomes an artist who can make others happy, and he himself seems to have the presence of heaven here. തൻ്റെ മനസ്സിൽ ആ സഹോദരി വന്നുകൊണ്ട് അവനെ ഉപദേശിച്ചത് അവന് തോന്നുന്നതാണ്. നാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ നമുക്കും സന്തോഷം കൈവരും. യഥാർത്ഥ സ്നേഹം നമുക്കെല്ലാം തരും, ഹാപ്പിനെസ് ഒഴികെ. ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ്റെ ആ ചിത്രം പൂർത്തീകരിച്ച് അതുവഴി മറ്റുള്ളവർക്ക് സന്തോഷം ലഭിച്ച് അവനും അതിലൂടെ സന്തോഷം ലഭിക്കുന്നു. ഇവിടെ തന്നെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം അവന് അനുഭവപ്പെടുകയും ചെയ്യുന്നു. Now construct a similar word web about the little girl in the story. ഇനി കഥയിലെ മറ്റൊരു കഥാപാത്രമായ ആ ലിറ്റിൽ ഗേൾ, അവളെ സംബന്ധിക്കുന്ന ഒരു വേർഡ് വെബ് അവളുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുക. നാം അതിവിടെ ചെയ്തിരിക്കുന്നു. ദ ലിറ്റിൽ ഗേൾ, ലവിങ് ആൻഡ് കെയറിങ്, നോസ് ഹൗ ടു ഡു അവർ വെരി ബെസ്റ്റ്. നമുക്ക് കാര്യങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ അവൾക്കറിയാം. അവൾ വളരെ സ്നേഹവും കരുതലുമുള്ള ഒരു കുട്ടിയാണ്. ക്രിറ്റിസൈസസ് ഹെർ ബ്രദർ ആൻഡ് ട്രൈസ് ടു കറക്റ്റ്. തൻ്റെ സഹോദരൻ്റെ പോരായ്മകളെ അവൾ വിമർശിക്കുകയും അവനെ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ചിത്രം വരച്ചപ്പോഴൊക്കെ നാം അത് കണ്ടതാണ്. അവൾ ആ ചിത്രത്തിലെ മരങ്ങൾ സ്ട്രെയിറ്റ് അല്ല, ആകാശത്തിൻ്റെ കളർ പോരാ എന്നൊക്കെ പറയുന്നത്. ഡൈസ് ഇൻ സ്ലീപ്പ് ലീവിങ് ഹെർ ബ്രദർ ആൻഡ് പാരൻസ് ഇൻ ഗ്രീഫ്. അവൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു, തൻ്റെ സഹോദരനെയും രക്ഷിതാക്കളെയുമെല്ലാം തീരാ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട്. ടോക്സ് ഇൻ സോഫ്റ്റ് വോയിസ് ടു ഹെർ ബ്രദേഴ്സ് ഹാർട്ട്. പിന്നീട് അവൾ തൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് സോഫ്റ്റ് വോയിസിൽ സംസാരിക്കുന്നു. ടെൽസ് ഹെർ ബ്രദർ ദാറ്റ് പെർഫെക്റ്റ് ലവ് ഗേവ് ഹിം പവർ നോട്ട് ഗ്രീഫ്. അവൻ ചിത്രം പൂർത്തീകരിച്ചപ്പോൾ അതിനുള്ള ശക്തി അവന് ലഭിച്ചത് ദുഃഖത്തിൽ നിന്നല്ല, മറിച്ച് പെർഫെക്റ്റ് ലവ്, യഥാർത്ഥ സ്നേഹത്തിൽ നിന്നാണ് എന്നൊക്കെ അവൾ അവനോട് പറയുന്നു. മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ അഡ്വൈസസ് ഹെർ ബ്രദർ ടു പെയിന്റ് ദ പിക്ചർ ഫോർ ദ പീപ്പിൾ ഹി ലവ്സ്. ആ ചിത്രം മനോഹരമായി പൂർത്തീകരിക്കാൻ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ചെയ്യാൻ അവനോട് അവൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു.
യങ്ങർ ബട്ട് മോർ മെച്ചുവർ. ആ സഹോദരി അവനേക്കാൾ യങ്ങറായിരുന്നു, പക്ഷേ കൂടുതൽ കാര്യബോധമുള്ള, മെച്ചുവർ, കുറച്ചുകൂടെ ബുദ്ധിവികാസമുള്ള, സാമർഥ്യമുള്ള കൂട്ടത്തിലായിരുന്നു ആ പെൺകുട്ടി എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ആ ലിറ്റിൽ ഗേളുമായി ബന്ധപ്പെട്ടത്. ഇനി നാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പോയിന്റ്സ് എല്ലാം ചേർത്ത് കൊണ്ട് ലിറ്റിൽ ഗേൾ എന്നുള്ള കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാം ഒരു ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നു, ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. ശേഷം ആ കഥാപാത്രത്തെയും അവളുടെ റോളും കഥയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സെന്റൻസ് തുടക്കത്തിൽ തന്നെ ചേർക്കുക. The little girl is the second important character in the story, The Light on the Hills. The Light on the Hills എന്നുള്ള കഥയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് The Little Girl എന്നുള്ള ആ ക്യാരക്ടർ. She is the little sister of the main character, the boy, the painter. She is younger than her brother, but appears to be more mature. When the boy paints the picture imperfectly, she criticizes and tries to correct him. She points out that the trees in the picture are not standing straightly and the color of the sky is not enough. She encourages him to do his work perfectly, thinking of the beautiful world. His pictures should make the people happy. She advises him to paint the picture as if he is doing it for the people he loves. Then he can do his very best. Her brother accepts her advice and decides to paint the picture for her. Meanwhile, she dies in her sleep, leaving her brother and her family in great grief. The grief-stricken boy paints the picture in memory of his beloved little sister and completes it successfully. All the people who look at it appreciate his work and like the picture. The little girl talks to his brother's heart in soft voice that his perfect love gave him the strength to complete the picture perfectly and beautifully, not his grief. The boy became a great artist as she wished him to be. ആ സഹോദരി ആഗ്രഹിച്ചിരുന്ന പോലെ ആ സഹോദരൻ പിൽക്കാലത്ത് ഒരു മഹാനായ ചിത്രകാരനായിട്ട് മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഈ ക്യാരക്ടർ സ്കെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 1 given on page 94 under the title Let's Speak. ഈ ആക്ടിവിറ്റിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. The boy in the story says, if I do it badly, will it make them unhappy? നമ്മുടെ കഥയിൽ കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാനത് മോശമായിട്ട് ചെയ്താൽ, എന്ന് വെച്ചാൽ ആ ചിത്രം മോശമായിട്ട് വരച്ചാൽ, will it make them unhappy? അത് കാണുന്ന ആളുകളെ അൺഹാപ്പി ആക്കുമോ, അവർക്ക് സന്തോഷമില്ലാതാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. Every day we engage ourselves in many activities. നിത്യേന നാം വിവിധ തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. Some of them make the people around us happy. അത്തരം പ്രവൃത്തികളിൽ ചിലതൊക്കെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നു. While some others may make them unhappy. എന്നാൽ ചില കാര്യങ്ങൾ അവരെ അൺഹാപ്പി ആക്കിയേക്കാം, അവർക്ക് സന്തോഷമില്ലാതാക്കിയേക്കാം, ദുഃഖിപ്പിച്ചേക്കാം, വെറുപ്പിച്ചേക്കാം. Sit in groups and discuss the kinds of things you have done that made your parents, friends and teachers happy or unhappy. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് നിങ്ങൾ ചെയ്ത ഏതാനും പ്രവൃത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ആ പ്രവൃത്തികൾ നിങ്ങളുടെ രക്ഷിതാക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ അധ്യാപകരെയോ ഹാപ്പി ആക്കുകയോ അൺഹാപ്പി ആക്കുകയോ ചെയ്തുവോ, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. യു മേ യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. അത്തരം സെന്റൻസുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പോലുള്ള പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇവിടെ വെൻ അടങ്ങുന്ന സെന്റൻസുകൾ അഥവാ വെൻ ക്ലോസുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത്.
ഒരു കാര്യം ചെയ്തപ്പോൾ മറ്റുള്ളവർ ഹാപ്പിയായി അല്ലെങ്കിൽ അൺഹാപ്പിയായി എന്ന് പറയുന്ന ആ അപ്പോൾ എന്നടങ്ങി വരുന്ന അതാണ് വെൻ ഉൾപ്പെടുന്ന ഭാഗം. ഇത്തരം സെന്റൻസുകളിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഒരു മെയിൻ ക്ലോസ്, മറ്റൊന്ന് ഒരു വെൻ ക്ലോസ്. അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം സെന്റൻസുകൾ നാം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മെയിൻ ക്ലോസ് കൊണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഈ സെന്റൻസിന്റെ രണ്ട് ഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കോമ ഉപയോഗിക്കേണ്ടതില്ല. എന്നാൽ വെൻ ക്ലോസ് അഥവാ സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് തുടങ്ങുമ്പോൾ അതിൽ പറയുന്ന കാര്യം കഴിഞ്ഞ് കോമ ചേർത്താണ് മെയിൻ ക്ലോസ് ചേർക്കേണ്ടത്. അപ്പോൾ മെയിൻ ക്ലോസ് കൊണ്ട് തുടങ്ങിയാൽ സെപ്പറേറ്റ് ചെയ്യാൻ കോമ ഉപയോഗിക്കേണ്ടതില്ല. വെൻ അടങ്ങുന്ന ഭാഗം കൊണ്ട് അഥവാ വെൻ ക്ലോസ് കൊണ്ട് തുടങ്ങിയാൽ അതിൽ പറയുന്ന കാര്യം കഴിഞ്ഞ് ഒരു കോമ ചേർത്ത് വേണം മെയിൻ ക്ലോസ് എഴുതി തുടങ്ങാൻ. ഇവിടെ തന്നിരിക്കുന്ന ഈ 4 സെന്റൻസുകളിൽ ഏറ്റവും അവസാനം എഴുതിയതാണ് വെൻ ക്ലോസ് കൊണ്ട് തുടങ്ങുന്നത്. അതിൽ നാം ഹോംവർക്ക് എന്നുള്ള പാർട്ട് കഴിഞ്ഞ് ഒരു കോമ ചേർത്തത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ സെന്റൻസുകൾ പെട്ടെന്ന് വായിച്ചു നോക്കാം. മൈ പാരൻസ് were happy when I told them that I helped a blind man. ഞാനൊരു ബ്ലൈൻഡ് മാൻ, ഒരു അന്ധനായ മനുഷ്യനെ സഹായിച്ചു എന്ന് രക്ഷിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി. ഈ സെന്റൻസിൽ മൈ പാരൻസ് വേർ ഹാപ്പി എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. അതുകൊണ്ട് ആ ഭാഗം കഴിഞ്ഞ് വെൻ എന്നുള്ള ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോമ ചേർക്കേണ്ടതില്ല. രണ്ടാം സെന്റൻസ് ദേ ഗോട്ട് അനോയ്ഡ്, അവർക്ക് ദേഷ്യം വന്നു, രക്ഷിതാക്കൾക്ക് അസ്വസ്ഥത തോന്നി അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ടു. വെൻ ഐ ഇൻഫോംഡ് ദം ദാറ്റ് ഐ ഫെയിൽഡ് ഇൻ ദി ടെസ്റ്റ്, ഞാൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോഴാണ് അവർക്ക് ദേഷ്യം വന്നത്. അപ്പോൾ ദേ ഗോട്ട് അനോയ്ഡ് എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് കൊണ്ട് തുടങ്ങിയത് കാരണത്താൽ കോമ ചേർക്കേണ്ടതില്ല. 3 മൈ ബ്രദർ വാസ് ഹാപ്പി വെൻ ഐ റിമൈൻഡഡ് ഹിം അബൌട്ട് ഹിസ് ബർത്ത്ഡേ. എൻ്റെ സഹോദരൻ ഹാപ്പിയായി അവനെ ഞാൻ അവൻ്റെ ബർത്ത്ഡേ ഓർമ്മിപ്പിച്ചപ്പോൾ. അപ്പോൾ മെയിൻ ക്ലോസ് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് വെൻ ക്ലോസ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് പിന്നെ കോമ ചേർക്കേണ്ടതില്ല. ലാസ്റ്റ് സെന്റൻസ് എന്നാൽ വെൻ ക്ലോസ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. വെൻ ഐ ഇൻഫോംഡ് മൈ ടീച്ചർ ദാറ്റ് ഐ ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് പൂർത്തീകരിച്ചില്ല എന്ന് ഞാൻ ടീച്ചറോട് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് നാം ആ ഒരു ക്ലോസിൽ പറയുന്ന കാര്യം അതൊരു വെൻ ക്ലോസ് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് നാം കോമ ചേർത്ത് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഷീ വാസ് വെരി ആംഗ്രി എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. ടീച്ചർ ആംഗ്രി ആയി എന്നുള്ളത്. ഈ കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി ഗിവൺ ഓൺ പേജ് 94, ആക്ടിവിറ്റി 2. ഈ രണ്ടാം ആക്ടിവിറ്റിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു സ്പീച്ച് തയ്യാറാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. വിദ്യാർത്ഥികളോട് ഇവിടെ ആവശ്യപ്പെടുന്നത് യൂട്യൂബിൽ നിങ്ങൾക്ക് സെവൻ സുസുക്കി എന്നുള്ള ഒരു 12 വയസ്സുകാരൻ്റെ പ്രഭാഷണം കേൾക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ആ പ്രഭാഷണം ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ ധാരാളം ടെഡ് സ്പീച്ചുകൾ TED.org എന്നുള്ള സൈറ്റിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ധാരാളം ഇംഗ്ലീഷ് സ്പീച്ചുകൾ ഇത്തരം സൈറ്റുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മുടെ ആക്ടിവിറ്റിയിലെ പ്രധാനപ്പെട്ട കാര്യം കണ്ടക്ട് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് എ സ്പീച്ച്. ഒരു പ്രഭാഷണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു യു തിങ്ക് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് സ്പീച്ച്? ഇവിടെ നമുക്ക് ഒരു നല്ല സ്പീച്ചിൻ്റെ ചില ഘടകങ്ങൾ, ഫീച്ചേഴ്സ്, പ്രധാന ഭാഗങ്ങൾ, അതിലടങ്ങിയിരിക്കേണ്ട ഒരു പ്രഭാഷണം ആകർഷണീയമാക്കുന്നതിൻ്റെ ചില ഘടകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. എ ഗുഡ് സ്പീച്ച്, ഒരു നല്ല പ്രഭാഷണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ബിഗിൻസ് വിത്ത് സല്യൂട്ടേഷൻ അഡ്രസ്സിംഗ് ദി ഓഡിയൻസ്. ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന ഒരു സല്യൂട്ടേഷൻ, അവരെ അഭിസംബോധന ചെയ്യുന്ന സെന്റൻസുകൾ ഉൾപ്പെടുത്തുക. ഇൻക്ലൂഡ്സ് കൊട്ടേഷൻസ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻസ് എന്ന് വെച്ചാൽ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞിട്ടുള്ള അവരുടെ വാക്കുകൾ, അതല്ലെങ്കിൽ പ്രോവേബുകൾ, മറ്റ് ആപ്തവാക്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താം. ഇൻക്ലൂഡ്സ് സ്റ്റോറീസ്, അനക്ഡോട്ട്സ് എറ്റ്സെട്ര. വിഷയവുമായി ബന്ധപ്പെട്ട കൊച്ചു കഥകൾ ഒക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് നമ്മുടെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താം. നമ്മുടെ വിഷയത്തെ അത്
ഫലവത്തായ രീതിയിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും. യൂസസ് ഹ്യൂമർ, ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ നമുക്ക് ഹാസ്യം ഉൾപ്പെടുത്താം. വിൽ ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ, ആൻ എൻഡ്. ഒരു പ്രഭാഷണത്തിന് നല്ല ഒരു തുടക്കവും ഒരു മിഡിൽ, അതിൻ്റെ ഒരു മധ്യഭാഗവും, ആൻ എൻഡ്, അതുപോലെ തന്നെ നല്ല ഒരു എൻഡിങ്ങും ഉണ്ടായിരിക്കണം. വിൽ ഹാവ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഐഡിയാസ്. നാം പ്രഭാഷണത്തിൽ പറയുന്ന ഐഡിയാസ്, പോയിന്റ്സ് എല്ലാം തന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കണം, അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വിൽ ഹാവ് ഐഡിയാസ് സപ്പോർട്ടഡ് വിത്ത് ഡീറ്റെയിൽസ് ആൻഡ് എക്സാമ്പിൾസ്. നാം പറയുന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും ഉദാഹരണങ്ങളും എക്സാമ്പിൾസും ഒക്കെ നമുക്ക് പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തും. ആൻഡ് ഫൈനലി, എ ഗുഡ് സ്പീച്ച് ഈസ് വൺ ഇൻ വിച്ച് ദ സ്പീക്കർ യൂസസ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് ആൻഡ് വോയിസ് മോഡുലേഷൻ. ഒരു നല്ല പ്രഭാഷണം എന്നുള്ളത് അതിൽ സ്പീക്കർ തൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രകടനമൊക്കെ കാഴ്ചവെക്കും. അതോടൊപ്പം ഐ കോണ്ടാക്ട്, ഓഡിയൻസുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടായിരിക്കണം, അവരെ നോക്കിക്കൊണ്ടായിരിക്കണം, അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം പ്രഭാഷണം നടത്തേണ്ടത്. ആൻഡ് വോയിസ് മോഡുലേഷൻ, വിഷയത്തിൻ്റെ തീവ്രതയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള ശബ്ദ ക്രമീകരണം, തൻ്റെ വോയിസിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്തണം. എങ്കിലേ പ്രഭാഷണം ആകർഷണീയമാവുകയുള്ളൂ, ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയുള്ളൂ. നെക്സ്റ്റ്, പ്രിപ്പയർ എ സ്പീച്ച്. ഒരു പ്രഭാഷണം തയ്യാറാക്കുക. നാം ഒരു പ്രഭാഷണത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു സ്പീച്ച് തയ്യാറാക്കുക. Prepare a speech to be presented in the school assembly highlighting the importance of motivation and hard work to attain success in life. ജീവിതത്തിൽ വിജയം നേടാൻ മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക്, പ്രചോദനം, അതോടൊപ്പം തന്നെ കഠിനാധ്വാനം, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നിങ്ങൾ തയ്യാറാക്കി അത് നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്പീച്ചാണ് തയ്യാറാക്കേണ്ടത്. You are free to include examples from the life of the boy depicted in the story The Light on the Hills. നമ്മുടെ The Light on the Hills എന്നുള്ള കഥയിലെ The Boy എന്നുള്ള കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ സ്പീച്ചിലേക്ക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നല്ല ഒരു അഡ്രസ് വേണം, നമ്മുടെ ഓഡിയൻസിനെ നാം അഡ്രസ് ചെയ്യണം, ഒരു തുടക്കം വേണം. ഇവിടെ നമുക്ക് സ്കൂൾ അസംബ്ലിയിലാണ് സ്പീച്ച് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് അവിടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, മറ്റ് അധ്യാപകർ, നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒക്കെയായിരിക്കും. അവരെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. നല്ലൊരു ബിഗിനിങ്ങും പിന്നെ ഒരു മിഡിൽ, അതോടൊപ്പം തന്നെ ഒരു എൻഡ് ഒക്കെ വേണം. ഇതൊക്കെ നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ നമുക്ക് കൊട്ടേഷൻസ്, മറ്റ് എക്സാമ്പിൾസ് ഒക്കെ ഉൾപ്പെടുത്താം. ഇവിടെ ഒരു മോഡൽ സ്പീച്ച് നൽകിയിരിക്കുന്നു. ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് മോഡലാക്കി നിങ്ങൾ വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് സ്പീച്ച് എഴുതി തയ്യാറാക്കി പരിശീലിക്കുക. Honorable Principal, respected teachers and dear friends, good morning. I am happy to speak a few words before you about the importance of motivation and hard work to be successful in life. The well-known American poetess Maya Angelou has said, "Nothing will work unless you do." We have to work to make things work in our life and to attain success in life. Every successful man may have a hard and tough past. Everyone reaches a successful position in life through hard work. We have read the story The Light on the Hills by Lucy Clifford, in which we read about a boy's successful story. He was very lazy and got bored very easily. But his little sister's motivation and advice changed his attitude. He decided to work with dedication and honesty. And finally, he became a successful artist. Let me conclude my short speech by bringing a fact into your attention that success comes before work only in dictionaries. In life, work is always before success. Thank you.
ഹാവ് എ നൈസ് ഡേ. ഈ പ്രഭാഷണത്തിൽ നാം പ്രഭാഷണം അവസാനിപ്പിച്ച ഒരു വാക്യം ശ്രദ്ധിക്കുക. ലെറ്റ് മീ കൺക്ലൂഡ് മൈ ഷോർട്ട് സ്പീച്ച്. എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ ബ്രിങ്ങിങ് എ ഫാക്ട് ഇൻ യുവർ അറ്റൻഷൻ. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു ഫാക്ട് കൊണ്ടുവന്നുകൊണ്ട്, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്. എന്താണത്? സക്സസ് കംസ് ബിഫോർ വർക്ക്. വർക്കിന് മുമ്പ് സക്സസ് വരുന്നത്, അധ്വാനത്തിന് മുമ്പ് വിജയം വരുന്നത് ഓൺലി ഇൻ ഡിക്ഷണറീസ്, നമ്മുടെ നിഘണ്ടുവിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ആൽഫബറ്റിക്കലി സക്സസ് എന്നുള്ള പദമാണ് വർക്ക് എന്നതിന് മുമ്പ് വരിക. അത് ഡിക്ഷണറി മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇൻ ലൈഫ്, ജീവിതത്തിൽ, വർക്ക് ഈസ് ഓൾവേസ് ബിഫോർ സക്സസ്. വർക്ക്, അധ്വാനമാണ് വിജയത്തിന് മുമ്പിൽ വരിക. അതാണ് ജീവിതത്തിലെ സംഭവം. ഈ കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സ്പീച്ച് തയ്യാറാക്കി പരിശീലിക്കുക. അടുത്ത ആക്ടിവിറ്റി ഏതാനും ഗ്രാമർ ആക്ടിവിറ്റീസ് ആണ്. പ്രധാനമായിട്ടും കണ്ടീഷണൽ സെന്റൻസസ്. കണ്ടീഷണൽ സെന്റൻസസ് എന്നുള്ളത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വിശദമായിട്ട് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഈ വീഡിയോയിൽ നാം കണ്ടീഷണൽ സെന്റൻസുകളെ വിശദീകരിക്കുന്നില്ല, ആക്ടിവിറ്റീസ് മാത്രം ചെയ്തു പോവുകയാണ്. കണ്ടീഷണൽ സെന്റൻസുകളെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. എന്നാൽ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് യൂട്യൂബ് ചാനലിൽ കണ്ടീഷണൽ സെന്റൻസുകളെ വളരെ വിശദമായിട്ട് വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. വിദ്യാർത്ഥികൾ ആ വീഡിയോ കണ്ട് കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുക. ഇംഗ്ലീഷിൽ 3 തരം കണ്ടീഷണൽ സെന്റൻസുകളാണുള്ളത്. ടൈപ്പ് 1 അഥവാ പ്രോബബിൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ സാധ്യതയുള്ള ഒരു പ്രവൃത്തി നടക്കും, അതിന് സാധ്യത ഉണ്ട്, അത്തരമുള്ള ഒരു കണ്ടീഷൻ. ടൈപ്പ് 2 ഇംപ്രോബബിൾ കണ്ടീഷൻ, സാധ്യതയില്ലാത്ത, വെറും ഭാവനയിൽ മാത്രം നാം സംസാരിക്കുന്ന ഒരവസ്ഥ. ടൈപ്പ് 3 ഇംപോസിബിൾ കണ്ടീഷൻ, അസാധ്യമായ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, അതിന് സമയം കഴിഞ്ഞു പോയി, അത്തരമൊരവസ്ഥയിലുള്ള കണ്ടീഷൻ. ഇതാണ് ടൈപ്പ് 3 കണ്ടീഷൻ. എന്നിങ്ങനെ 3 കണ്ടീഷണൽ സെന്റൻസുകളാണുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഓരോ കണ്ടീഷണൽ സെന്റൻസിനും 2 ഭാഗങ്ങൾ അഥവാ 2 ക്ലോസുകൾ ഉണ്ടായിരിക്കും. ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ് എന്നുള്ള ഭാഗത്താണ് ഇഫ് എന്നുള്ളത് ചേർന്ന് വരുന്നത്. മെയിൻ ക്ലോസിൽ ആ സെന്റൻസിലെ പ്രധാന കാര്യങ്ങൾ പറയുന്ന, വിശദീകരിക്കുന്ന ഭാഗവും. ഒന്നാമത്തെ കണ്ടീഷൻ അഥവാ ടൈപ്പ് 1 പ്രോബബിൾ കണ്ടീഷന്റെ പ്രത്യേകത, അതിന്റെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബ് ആയിരിക്കും. ഉദാഹരണത്തിന്, ഇഫ് യു ട്രൈ ഹാർഡ്. ഇവിടെ ട്രൈ എന്നുള്ളത് ഒരു സിമ്പിൾ പ്രസന്റ് വേർബാണ്. അങ്ങനെ വന്നാൽ അതിന്റെ മെയിൻ ക്ലോസിൽ വിൽ എന്നോ ഷാൽ എന്നോ ക്യാൻ എന്നോ മേ എന്നോ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ചേർക്കുക. ശേഷം എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വേർബിന്റെ ബേസ് രൂപം ചേർക്കുക. ഉദാഹരണത്തിന്, ഇഫ് യു ട്രൈ ഹാർഡ്, നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ, യു വിൽ വിൻ ദ റേസ്, ആ മത്സരം നിങ്ങൾ ജയിക്കും, അതിന് സാധ്യതയുണ്ട്, അധ്വാനിച്ചാൽ ഫലമുണ്ടാകും. ഇവിടെ വിൻ, നേടുക, ജയിക്കുക എന്നുള്ളതാണ് നാം പറയുന്ന വേർബ്. അതിനു മുമ്പിൽ നാം വിൽ എന്നുള്ള ഓക്സിലറി ചേർത്തിരിക്കുന്നു. അപ്പോൾ വിൽ വിൻ, ഈ രീതിയിലാണ് ഇതിന്റെ മെയിൻ ക്ലോസിൽ വന്നിരിക്കുന്നത്. ഇതാണ് ടൈപ്പ് 1 കണ്ടീഷൻ. ഇനി ടൈപ്പ് 2 അഥവാ ഇംപ്രോബബിൾ കണ്ടീഷൻ, അതിന്റെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും വേർബ്. ഇതേ സെന്റൻസിനെ നാം മാറ്റിയത് ശ്രദ്ധിക്കുക. ട്രൈ എന്നതിനെ ട്രൈഡ് എന്ന് പാസ്റ്റ് ആക്കി. ഇഫ് യു ട്രൈഡ് ഹാർഡ്. അപ്പോൾ അതിന്റെ മെയിൻ ക്ലോസ് വിൽ എന്നതിന് പകരം അതിന്റെ പാസ്റ്റ് രൂപം എടുത്തു. വില്ലിനെ വുഡാക്കാം, ഷാൽ ഷുഡാക്കാം, ക്യാൻ എന്നുള്ളത് കുഡ്, മേ എന്നുള്ളത് മൈറ്റ്, ഈ രൂപത്തിലൊക്കെ ആകാം. അപ്പോൾ യു വുഡ് വിൻ ദ റേസ് എന്ന രൂപത്തിലേക്ക് മാറ്റി. ഇനി ടൈപ്പ് 3 അഥവാ ഇംപോസിബിൾ കണ്ടീഷൻ, അതിന്റെ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും വേർബ്. എന്ന് വെച്ചാൽ ഒരു വേർബിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാഡ് ചേർത്ത് ആ വേർബിന്റെ V3 ഫോം ചേർത്ത് കൊടുക്കുക. ഉദാഹരണത്തിന്, ഇതേ സെന്റൻസ് ട്രൈ, നാം ട്രൈഡ് എന്നുള്ള പാസ്റ്റ് ആക്കി. ഇനി ഇതിന്റെ V3 ഫോം അത് തന്നെയാണ്, ട്രൈഡ് ആണ്. അപ്പോൾ ആ ട്രൈഡിന് മുമ്പിൽ ഹാഡോടെ ചേർത്താൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. ഇഫ് യു ഹാഡ് ട്രൈഡ് ഹാർഡ്,
അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ നേരത്തെ കാണിച്ച പോലെ ഓക്സിലറികൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അതിലേതെങ്കിലും ഒരെണ്ണം, അതിനുശേഷം ഹാവ് എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേർബിൻ്റെ V3 ചേർക്കുക. അപ്പോൾ യു വുഡ് ഹാവ് ചേർത്ത് കഴിഞ്ഞ് വിൻ എന്നുള്ളതായിരുന്നു വേർബ്. ആ വിൻ എന്നുള്ളതിൻ്റെ V3 ഫോമാണ് വിൻ വൺ വൺ. ആ വൺ എന്നത് ചേർത്തു. യു വുഡ് ഹാവ് വൺ ദ റേസ്. ഇതാണ് കണ്ടീഷണൽ സെന്റൻസുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് ഈ ടേബിൾ ഒന്ന് പഠിക്കുക വിദ്യാർത്ഥികൾ. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി given on page 95, activity 1 under the title let's discover how grammar works. ഈ ആക്ടിവിറ്റിയിൽ നമ്മോട് പറയുന്നത് look at the following sentences used in the story. ഇവിടെ 2 സെന്റൻസുകൾ കഥയിൽ നിന്ന് എടുത്ത് തന്നിട്ടുണ്ട്. ഒന്ന്, if you do your work with dedication and honesty, people will know how hard you have tried. രണ്ടാമത്തെ സെന്റൻസ്, if I want to do my very very best, I will do it for the people I love. ഈ 2 സെന്റൻസും ഇഫ് അടങ്ങി വരുന്ന സെന്റൻസുകളാണ്, അഥവാ ഇഫ് ക്ലോസ് ചേർന്ന് വരുന്നതാണ്. നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും അടങ്ങുന്നതാണ് കണ്ടീഷണൽ സെന്റൻസുകൾ. ഇനി ഇഫ് ക്ലോസിലെ വേർബും മെയിൻ ക്ലോസിലെ വേർബും ഒക്കെ പരിശോധിച്ചാൽ ഏത് തരം കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. These sentences deal with a likely situation in the present or future. ഈ 2 സെന്റൻസുകളിലും ലൈക്ലി സിറ്റുവേഷൻ, സാധ്യതയുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അത് പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടൈമിലോ ഒക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. The situations we describe may not have happened yet. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല, ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. But they are likely to happen. അതിന് സാധ്യതയുണ്ട്, സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. Because we can easily imagine them happening. അവ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. These are examples of the first conditional. ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിന്റെ ഉദാഹരണങ്ങൾ. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിനാണ് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത, അത്തരം സെന്റൻസുകളുടെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വേർബും മെയിൻ ക്ലോസിൽ നാം വിൽ, ഷാൽ, ക്യാൻ, മേ ചേർത്ത് ഏതെങ്കിലും ഒരു മെയിൻ വേർബും കൂടെ ചേർത്ത് കൊടുക്കുക. നൗ ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദി കണ്ടീഷണൽ ക്ലോസസ്. കണ്ടീഷണൽ ക്ലോസുകളുടെ അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസിന്റെ തന്നെ പ്രത്യേകതകളെ ഒന്ന് മനസ്സിലാക്കാം. ഹൗ ഡു ദി സെന്റൻസസ് ബിഗിൻ? നമുക്കിവിടെ തന്നിരുന്ന ആ കണ്ടീഷണൽ സെന്റൻസുകൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? The sentences begin with if clauses. നാം നേരത്തെ മനസ്സിലാക്കിയതാണ്, കണ്ടീഷണൽ സെന്റൻസുകളിൽ 2 ക്ലോസുകൾ, 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇഫ് എന്ന പദം ചേർന്ന് വരുന്ന ഒരു ഭാഗം, അതാണ് ഇഫ് ക്ലോസസ്. നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ മോഡലായിട്ട് തന്നിരുന്ന 2 സെന്റൻസുകളും ഇഫ് ക്ലോസുകൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ബി, can you move the clauses at the beginning of the sentences to the end without a change in meaning? നമ്മുടെ സെന്റൻസിന്റെ തുടക്കത്തിലുള്ള ക്ലോസ് അതിൻ്റെ എൻഡിലേക്ക് മാറ്റാൻ സാധിക്കുമോ, അർത്ഥവ്യത്യാസം സംഭവിക്കാതെ? യെസ്, നമുക്ക് ഇഫ് ക്ലോസ് കൊണ്ടോ മെയിൻ ക്ലോസ് കൊണ്ടോ സെന്റൻസുകൾ തുടങ്ങാം. അതായത് ഒരു സെന്റൻസ് ഇഫ് ക്ലോസ് കൊണ്ട് തുടങ്ങിയതിനെ നമുക്ക് ഇഫ് ക്ലോസ് സെന്റൻസിന്റെ എൻഡിലേക്ക് മാറ്റിയിട്ട് മെയിൻ ക്ലോസ് സെന്റൻസിന്റെ തുടക്കത്തിലേക്കും കൊണ്ടുവരാം. When we begin a sentence with an if clause, we have to use a comma to separate the main clause. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ when അടങ്ങി വരുന്ന സെന്റൻസുകൾ when ക്ലോസ് കൊണ്ട് തുടങ്ങുമ്പോൾ അതേ ഒരു നിയമം ഇവിടെയും പാലിക്കുക. ഇഫ് ക്ലോസ് കൊണ്ട് സെന്റൻസ് തുടങ്ങുമ്പോൾ ഇഫ് ക്ലോസ് കഴിഞ്ഞ് ഒരു കോമ ചേർക്കുക, മെയിൻ ക്ലോസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ. നേരെ മറിച്ച് മെയിൻ ക്ലോസ് കൊണ്ടാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ കോമ ഉപയോഗിക്കേണ്ടതില്ല. സി, ഹൗ മെനി വേർബ് ഫ്രേസസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് ഓഫ് ദ സെന്റൻസസ്? ഓരോ സെന്റൻസിലും എത്ര വേർബ് ഫ്രേസുകൾ നിങ്ങൾ കണ്ടു? There are 2 verb phrases in each sentences.
ഓരോ സെന്റൻസിലും 2 വേർബ് ഫ്രേസുകൾ ഉണ്ടായിരിക്കും. കാരണം ഒരു കണ്ടീഷണൽ സെന്റൻസിൽ 2 ക്ലോസുകളുണ്ട്. ഓരോ ക്ലോസിലും ഓരോ വേർബ് ഫ്രേസ് വീതം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു കണ്ടീഷണൽ സെന്റൻസിൽ 2 വേർബ് ഫ്രേസുകൾ മിനിമം ഉണ്ടായിരിക്കും. ഡി. ഡു ദേ ഫോളോ എ ഫിക്സ്ഡ് പാറ്റേൺ? ഈ കണ്ടീഷണൽ സെന്റൻസുകൾക്ക് ഒരു ഫിക്സ്ഡ് പാറ്റേൺ ഉണ്ടോ? ഒരു കൃത്യമായ ഒരു പദ ക്രമീകരണം അല്ലെങ്കിൽ വേർബുകളുടെ രൂപം, ടെൻസ്, ഇങ്ങനെയുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടോ? യെസ്, ദേ ഫോളോ എ ഫിക്സ്ഡ് പാറ്റേൺ ഇൻ ടേംസ് ഓഫ് വേർബ് ഫോംസ് ആൻഡ് ദെയർ ടെൻസ്. വേർബുകളുടെ കാര്യത്തിൽ, വേർബുകളുടെ രൂപത്തിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ടെൻസുകളുടെ കാര്യത്തിലൊക്കെ കണ്ടീഷണൽ സെന്റൻസുകൾക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള, നിയന്ത്രിതമായ ഒരു പാറ്റേൺ ഉണ്ട്. Can you use any other modal verb instead of will in the main clause? മെയിൻ ക്ലോസിൽ will എന്നുള്ള ഓക്സിലറി വേർബാണ് നമ്മുടെ മോഡൽ 2 സെന്റൻസുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. will എന്നുള്ള മോഡൽ ഓക്സിലറിക്ക് പകരം മറ്റേതെങ്കിലും ഓക്സിലറി ഉപയോഗിക്കാമോ? യെസ്, ഇൻസ്റ്റെഡ് ഓഫ് will we can use shall, may or can in the main clause. മെയിൻ ക്ലോസിൽ നമ്മൾ will എന്നതിന് പകരം അർത്ഥത്തിനും സന്ദർഭത്തിനും കോണ്ടെക്സ്റ്റിനുമൊക്കെ അനുസൃതമായി ഷാൽ എന്നോ മേ എന്നോ ക്യാൻ എന്നോ ഒക്കെ ഉപയോഗിക്കാം. എഫ്. വാട്ട് ചേഞ്ചസ് occur in the meaning and form if you change the verbs in the if clause to past and past perfect tense? if ക്ലോസിലെ വേർബിനെ നാം പാസ്റ്റ് ടെൻസിലേക്കോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കോ മാറ്റുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് മെയിൻ ക്ലോസിന്റെ കാര്യത്തിലും സെന്റൻസിന്റെ അർത്ഥത്തിന്റെ കാര്യത്തിലും ഒക്കെ സംഭവിക്കുന്നത്? നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ അതൊരു പ്രോബബിൾ കണ്ടീഷനാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ മെയിൻ ക്ലോസിൽ will എന്നോ ഷാൽ എന്നോ ക്യാൻ ഓർ മേ ഏതെങ്കിലും ഒരു മോഡൽ ഓക്സിലറിയും പിന്നെ ബേസ് വേർബുമാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എഫ് എന്നുള്ള പോയിന്റിൽ ചോദിക്കുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റിലേക്കോ പാസ്റ്റ് പെർഫെക്റ്റിലേക്കോ മാറ്റിയാൽ സംഭവിക്കുന്നത് എന്തായിരിക്കുമെന്നാണ്. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് ടൈപ്പ് 2 കണ്ടീഷണൽ സെന്റൻസ് ആയി മാറും, ഇംപ്രോബബിൾ കണ്ടീഷൻ ആകും, അതൊരു സാങ്കല്പിക കണ്ടീഷനായിട്ട് മാറും, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ടീഷൻ. മാത്രമല്ല അതിന്റെ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്ന രൂപത്തിലായിരിക്കണം നാം മോഡൽ ഓക്സിലറിയെ ചേർക്കേണ്ടത്. അതോടൊപ്പം അനുയോജ്യമായ രീതിയിൽ ഒരു ബേസ് വേർബും. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് ഇംപോസിബിൾ കണ്ടീഷൻ അഥവാ ടൈപ്പ് 3 കണ്ടീഷണൽ സെന്റൻസ് ആയിട്ട് മാറും. മാത്രമല്ല അതിന്റെ മെയിൻ ക്ലോസിലെ വേർബ് ഫോം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഏതെങ്കിലും ഒരു ഓക്സിലറി ചേർത്ത് ഹാവും ചേർത്ത് പിന്നീട് ഏതാണോ നാം ഉദ്ദേശിക്കുന്ന വേർബ് ആ വേർബിന്റെ V3 ഫോം ചേർന്ന് വരുന്ന രൂപത്തിലായിരിക്കും. ഇത്തരം മാറ്റങ്ങളൊക്കെ ടെൻസ് മാറ്റത്തിലൂടെ, ഇഫ് ക്ലോസിലെ ടെൻസ് മാറ്റത്തിലൂടെ സംഭവിക്കും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2 given on page 96. In the first 2 units you have learned about noun phrases. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ 2 യൂണിറ്റുകളിൽ നിന്ന് നൗൺ ഫ്രേസുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നൗൺ ഫ്രേസസ് യൂഷ്വലി അപ്പിയർ റൈറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെന്റൻസസ്. സാധാരണഗതിയിൽ നൗൺ ഫ്രേസുകൾ, അതായത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസുകൾ സെന്റൻസുകളുടെ തുടക്കത്തിലാണ് സാധാരണ വരാറുള്ളത്. They can also come towards the end of sentences. എന്നാൽ സെന്റൻസുകളുടെ അവസാനത്തിലും നൗൺ ഫ്രേസുകൾ വരാം. അതായത് വേർബ് ഫ്രേസുകൾക്കുള്ളിലും നൗൺ ഫ്രേസുകൾ വരാൻ സാധ്യതയുണ്ട്. Underline the noun phrases in the subject position in the following sentences. ഇവിടെ താഴെ നമുക്ക് 5 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ആ സെന്റൻസുകളിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസുകളെ അണ്ടർലൈൻ ചെയ്യുക. യു മേ ഓൾസോ ഐഡന്റിഫൈ ദ ഹെഡ് നൗൺസ് ഇൻ ഈച്ച്. അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഓരോ നൗൺ ഫ്രേസിലെയും ഹെഡ് നൗൺ, അതിലെ മെയിൻ നൗൺ അത് കണ്ടെത്തുകയും ചെയ്യുക.
ഒന്നാമത്തെ സെന്റൻസ്, ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി സപ്പോർട്ട്സ് ഹിം. ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി, കഥയിലെ കൊച്ചു പെൺകുട്ടി എന്നർത്ഥം വരുന്ന ഈ നൗൺ ഫ്രേസ് ആണ്. അതിൽ ഹെഡായിട്ട് വരുന്നത് ഗേൾ എന്നുള്ള നൗണാണ്. അഥവാ ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി എന്ന നൗൺ ഫ്രേസ് നാം ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അതിലെ ഹെഡ് നൗൺ ഗേൾ. ഇതുപോലെ മറ്റു സെന്റൻസുകളെയും പരിശോധിച്ച് കണ്ടെത്തുക. ഹെർ ബ്രദർ ഹൂ ബിക്കെയിം എ പെയിന്റർ. ഇത്രയുമാണ് രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസ്. അതിൽ പ്രധാന നൗൺ അഥവാ ഹെഡ് നൗൺ എന്നുള്ളത് ബ്രദർ എന്നുള്ളതാണ്. മൂന്നാം സെന്റൻസ്, ദ ഗേൾ അഡ്വൈസ്ഡ് ഹെർ ബ്രദർ ടു പെയിന്റ് പിക്ചേഴ്സ്. ഇതിൽ ദ ഗേൾ എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അതിൽ ഗേൾ എന്നുള്ളത് ഹെഡ് നൗൺ. നെക്സ്റ്റ് സെന്റൻസ്, ദ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ അപ്പിയർഡ് മിസ്റ്റി എന്ന സെന്റൻസിൽ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് എന്നുള്ളത് ദ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ എന്നുള്ളതാണ്. അതിലെ മെയിൻ നൗൺ ഓർ ഹെഡ് നൗൺ ഹിൽസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് സെന്റൻസ്, ദ ബോയ് became a professional artist in the end. ഈ സെന്റൻസിൽ ദ ബോയ് എന്നുള്ളതാണ് സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. ബോയ് എന്നുള്ളത് ഹെഡ് നൗണും. ഇനി which class of words are added before the head noun? നാം ഈ പരിശോധിച്ച 5 സെന്റൻസുകളിൽ ഹെഡ് നൗണിന് മുമ്പിൽ വരുന്ന വേർഡ്സ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ അഥവാ നൗൺ ഫ്രേസിൽ ഹെഡ് നൗൺ ആയിട്ട് വരുന്ന ആ നൗണുകൾക്ക് മുമ്പിലും ചില പദങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെ ക്ലാസ്സിൽപ്പെട്ട, ഏതൊക്കെ വകുപ്പിൽ അല്ലെങ്കിൽ ഏതെല്ലാം പാർട്സ് ഓഫ് സ്പീച്ചിൽപ്പെട്ട പദങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്? ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരുന്നത്. നമുക്കത് പരിശോധിക്കാം. നെക്സ്റ്റ്, വിച്ച് ആർ ദ വേർഡ്സ് ആഡഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺസ്. അതുപോലെ തന്നെ ഹെഡ് നൗണിന് ശേഷം നൗൺ ഫ്രേസിൽ ചേർത്തിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? റിലേറ്റീവ് ക്ലോസുകൾ, പ്രിപ്പോസിഷണൽ ഫ്രേസുകൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ക്ലാസസ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ആഡഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺസ് ഇൻ ദ നൗൺ ഫ്രേസസ്. ഓരോ നൗൺ ഫ്രേസിലെയും ഹെഡ് നൗണുകൾക്ക് മുമ്പിലും ഹെഡ് നൗണുകൾ കഴിഞ്ഞ ശേഷവും ചേർത്തിരിക്കുന്ന പദങ്ങളുടെ ക്ലാസുകൾ കണ്ടെത്തുക. എന്നിട്ട് റൈറ്റ് യുവർ ഒബ്സർവേഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. നാം ഇവിടെ ഒരു ടേബിളിൽ അത് ചെയ്തിട്ടുണ്ട്. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്നുള്ള ഭാഗത്ത് ഈ സെന്റൻസുകളിൽ നാം നേരത്തെ അണ്ടർലൈൻ ചെയ്ത അതേ നൗൺ ഫ്രേസുകളെ വേർതിരിച്ച് ഹെഡ് നൗണിന്റെ മുമ്പിലും ഹെഡ് നൗൺ കഴിഞ്ഞും വന്ന ഭാഗങ്ങളെ എടുത്തെഴുതിയിരിക്കുന്നു ടേബിളുകളായിട്ട്. ഓരോ കോളത്തിലും നാം ചേർത്തിട്ടുണ്ട്. അവസാനം വേർബ് ഫ്രേസിനെ പ്രത്യേകം വേർതിരിച്ചും എഴുതിയിരിക്കുന്നു. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ അതിൽ വന്നിരിക്കുന്നത് ദ ലിറ്റിൽ ഗേൾ എന്നുള്ളതാണ് ആദ്യ സെന്റൻസിൽ. അതിൽ ദ എന്നുള്ളത് ഡിറ്റർമിനർ, ലിറ്റിൽ എന്നുള്ളത് ആഡ്ജക്റ്റീവ്, ഹെഡ് നൗൺ ഗേൾ. രണ്ടാം സെന്റൻസിൽ ഹെർ ബ്രദർ ഹൂ ബിക്കെയിം എ പെയിന്റർ എന്നുള്ളതായിരുന്നു നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. അതിൽ ഹെർ എന്നുള്ളത് ഡിറ്റർമിനർ, പിന്നെ ഹെഡ് നൗൺ എന്നുള്ളത് ബ്രദർ, അതിനുശേഷം വന്നതാണ് ഹെഡ് നൗൺ കഴിഞ്ഞ് വന്നതാണ് ഹൂ ബിക്കെയിം എ പെയിന്റർ, അതൊരു റിലേറ്റീവ് ക്ലോസ്. മൂന്നാം സെന്റൻസിൽ ദ ഗേൾ എന്നുള്ളതാണ് നൗൺ ഫ്രേസ്, സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസ്. അതിലെ ദ എന്നുള്ളത് ഡിറ്റർമിനർ, പിന്നെ ഹെഡ് നൗൺ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പും ശേഷവും മറ്റു പദങ്ങളില്ല. ദെൻ അടുത്ത സെന്റൻസിൽ ദ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ എന്നുള്ള സെന്റൻസിൽ ദ എന്നുള്ളത് ഡിറ്റർമിനർ, ഹിൽസ് എന്നുള്ളത് ഹെഡ് നൗൺ. ആ ഹിൽസ് എന്നുള്ള ഹെഡ് നൗൺ കഴിഞ്ഞ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ എന്നുള്ളത് റിലേറ്റീവ് ക്ലോസ്. ലാസ്റ്റ് സെന്റൻസ് ദ ബോയ് എന്നുള്ളതിൽ ദ എന്നുള്ളത് ഡിറ്റർമിനർ, പിന്നെ ഹെഡ് നൗൺ ബോയ്, അതിന് മുമ്പിലും അതിന് ശേഷവും മറ്റു പദങ്ങളില്ല. ബോയ് എന്നുള്ള ഹെഡ് നൗണിന് മുമ്പിൽ വരുന്നത് ഡിറ്റർമിനറായ ദ മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇനി നാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു
സബ്ജക്റ്റ് ഭാഗത്ത് മാത്രമല്ല, സെന്റൻസിന്റെ തുടക്കത്തിൽ മാത്രമല്ല നൗൺ ഫ്രേസുകൾ വരിക. വേർബ് ഫ്രേസിനകത്തും നൗൺ ഫ്രേസുകൾ ഉണ്ടായിരിക്കും. അത് നാം മറ്റൊരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കും. വേർബ് ഫ്രേസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി given on page 98. Let's edit. Read the following passage. There are some errors in it. They are underlined. Edit the errors. ഇവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അതിൽ ഏതാനും എറേഴ്സ്, മിസ്റ്റേക്സ് ഉണ്ട്. അവ കണ്ടെത്തി എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഈ പാസേജ് വിദ്യാർത്ഥികൾ വായിച്ചു നോക്കുക. ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പറയുന്ന കഥ ഒരു പാസ്റ്റ് ഇവൻ്റായിട്ട് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അതുകൊണ്ട് സാധ്യമാകുന്നിടത്തെല്ലാം പാസ്റ്റ് വേർബുകൾ ഉപയോഗിക്കണം. പിന്നീട് പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ഒരു വേർബ് വരുമ്പോൾ ആ പ്രിപ്പോസിഷൻ്റെ ശേഷം വേർബാണ് വരുന്നതെങ്കിൽ ING രൂപത്തിലാണ് നാം ആ വേർബിനെ മാറ്റേണ്ടത്. എന്ന് വെച്ചാൽ പ്രിപ്പോസിഷൻ കഴിഞ്ഞ് എപ്പോഴും ഒരു നൗൺ ഫോമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു വേർബിൻ്റെ നൗൺ ഫോം എന്നുള്ളത് അതിൻ്റെ ജെറൻഡ് ഫോം ING രൂപമായിരിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ പാസേജ് എഡിറ്റ് ചെയ്യുക. ഒന്നാമത്തത് കീപ്പ് എന്നുള്ളതാണ്. കീപ്പ് എന്നുള്ളത് പ്രസന്റ് ഫോമാണ്. അത് കെപ്റ്റ് എന്ന രൂപത്തിലേക്ക് മാറ്റുക. രണ്ടാമത്തെ അണ്ടർലൈൻഡ് എറർ സംഭവിച്ചിരിക്കുന്നത് വാസ് ഇംപ്രിസൺ എന്നുള്ളിടത്താണ്. വാസ് എന്നുള്ളത് ഒരു വേർബ് ബി ഫോമാണ്, പാസ്റ്റ് ഫോമാണ്. അത് ചേർത്തൊരു പാസീവ് ഉണ്ടാക്കുമ്പോൾ പാസ്റ്റ് പാസീവാണ് വേണ്ടത്. ആ വേർബ് ബി ആയ വാസ് കഴിഞ്ഞ് V3 ഫോം വേണം. ഇംപ്രിസൺഡ് എന്നാണത് ചേർക്കേണ്ടത്. ഇനി തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെപ്റ്റ് ഓൺ കഴിഞ്ഞ്, ഓൺ എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനാണ്. അത് കഴിഞ്ഞ് സ്വിം എന്നുള്ള ഒരു വേർബ് ഫോമാണ് ചേർത്തിരിക്കുന്നത്. നാം നേരത്തെ മനസ്സിലാക്കി, ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ ഒരു നൗണോ അല്ലെങ്കിൽ ഒരു വേർബിനെ നൗൺ പോലെയാക്കി മാറ്റുന്ന ING രൂപങ്ങളാണ് ചേർക്കേണ്ടത്. ഓൺ സ്വിമ്മിങ്. വീണ്ടും വാസ് റിലീസ് എന്നുള്ളത്, വാസ് എന്നുള്ള വേർബ് ബി കഴിഞ്ഞാൽ വേർബിൻ്റെ V3 ഫോം വേണം. റിലീസ് എന്നതിൻ്റെ V3 ഫോം റിലീസ്ഡ് എന്നാണ്. ഇനി തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അലി വാസ് ജയിൽ. ഇവിടെയും വാസ് എന്നുള്ള വേർബ് ബി പാസ്റ്റ് രൂപം കഴിഞ്ഞാൽ വേർബിൻ്റെ V3 ഫോം വേണം. അലി വാസ് ജയിൽഡ് എന്ന് വേണം. ഇനി തുടർന്ന് വായിക്കുമ്പോൾ ഈസ് സ്റ്റിൽ സഫർ എന്നുള്ളതാണ്. ഈസ് സ്റ്റിൽ സഫർ. ഈസ് എന്നുള്ള വേർബ് ബി പ്രസന്റ് ഫോമിലുണ്ട്. ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബാണ് വേണ്ടത്. അതിൻ്റെ ING രൂപം ഈസ് സ്റ്റിൽ സഫറിങ് ഫ്രം ഇഞ്ചുറീസ് എന്ന രൂപത്തിലേക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. ഇറ്റ് ഈസ് ഷുവർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. നമ്മുടെ കഥയിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണിത്. തീർച്ചയായിട്ടും ആ ചിത്രം വളരെ മനോഹരമാണ്. അത് കാണുന്നവരെ സന്തോഷിപ്പിക്കുന്നു. ദി അണ്ടർലൈൻഡ് വേർഡ് എക്സ്പ്രസസ് ആൻ ഇമോഷൻ. ഇവിടെ അണ്ടർലൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബോൾഡായിട്ട് ഹാപ്പി എന്നുള്ള ഈ പദം ഒരു ഇമോഷനാണ്, നമ്മുടെ ഒരു വികാരമാണ് സന്തോഷം എന്നുള്ളത്. വേർഡ്സ് ലൈക്ക് ഹാപ്പി, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, envy, lonely, shame, surprised, etc. are words related to emotions. ഈ പറഞ്ഞ പദങ്ങളെല്ലാം തന്നെ നമ്മുടെ വിവിധ തരത്തിലുള്ള മാനസിക വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന പദങ്ങളാണ്. അതായത് ഹാപ്പി, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, എൻവി എന്ന് പറഞ്ഞാൽ അസൂയ, ലോൺലി ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്, ഷെയിം, സർപ്രൈസ്ഡ് ഇതൊക്കെ നമ്മുടെ മാനസിക വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർബുകളാണ്. എ ഫ്യൂ ഇമോഷൻസ് ആർ ഹിഡൻ ഇൻ ദ വേർഡ് പസിൽ ഗിവൺ ബിലോ. ഇവിടെ ഒരു വേർഡ് പസിൽ തന്നിട്ടുണ്ട്, അതിൽ ഈ പദങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫൈൻഡ് ദം ഔട്ട് ആൻഡ് സർക്കിൾ ദം. അവ കണ്ടെത്തി സർക്കിൾ ചെയ്യുക, അടയാളപ്പെടുത്തുക. വൺ ഈസ് ഡൺ ഫോർ യു. ഇവിടെ യെല്ലോ കളറിൽ ടെക്സ്റ്റിൽ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഇതാ കൺഫ്യൂസ്ഡ് എന്ന രൂപത്തിലേക്ക്. ഇവിടെ തന്നിരിക്കുന്ന ഈ പദങ്ങളെല്ലാം നാം ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും വിദ്യാർത്ഥികൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ പദങ്ങളെ കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ്, ഹിയർ ഈസ് അനദർ ഗെയിം ദാറ്റ് യു കൻ അറ്റംപ്റ്റ്. നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന മറ്റൊരു വേർഡ് ഗെയിം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഏതാനും പദങ്ങൾ 1 മുതൽ 18 വരെ വേർഡ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുന്നു. ഇതിൽ അക്ഷരങ്ങൾ യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഈ ബോക്സിലേക്ക് കറക്റ്റ് രൂപത്തിലേക്ക് എഴുതി ചേർക്കുക.
എഴുതി ചേർത്ത് അവസാനം ഈ സർക്കിളിൽ, റെഡ് സർക്കിളിൽ വരുന്ന അക്ഷരങ്ങൾ ചേർത്താൽ നമ്മുടെ ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ ഇവിടെ കിട്ടും. ഈ രൂപത്തിലായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾ ശരിയാണെങ്കിൽ ഇതേ സ്ഥാനത്ത് ഈ റെഡ് മാർക്കിൽ കിട്ടുന്ന പദങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ടൈറ്റിൽ ഉണ്ടാക്കാം. അതിവിടെ കറക്റ്റായ രൂപത്തിൽ നാം എഴുതി ചേർത്തത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, പഠിക്കുക. ഇതോടുകൂടി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് നാം വിശദീകരിച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ വിശദീകരിച്ച കാര്യങ്ങൾ എല്ലാം വ്യക്തമായി മനസ്സിലായിരിക്കും, ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് റൈറ്റിംഗ് ഏരിയയിൽ നാം ഉപയോഗിച്ച ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, ഡയറി എൻട്രി, സ്പീച്ച്, ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി പഠിക്കുക. കണ്ടീഷണൽ സെൻറ്റൻസുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിൽ നിന്ന് കാണുക, പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.